നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 617. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 617. 112 സർഗം ലീലാകാന്ഡത്തിലെ വസുദേവദേവിമാരോട് കൃഷ്ണൻ്റെ ക്ഷമായാചനം, ഉഗ്രസേനൻ്റെ രാജാഭിഷേകം എന്ന ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 8ാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആകയാൽ അമ്മയച്ഛന്മാർക്ക് എന്നും ആവോളവും സ്വയം സേവനം ചെയ്യണം, മർത്യൻ അല്ലെന്നാൽ നരകം ഫലം. ഇത് മനസ്സിലാക്കാതെ കണ്ട് അവരൊന്നും സമ്പാദിച്ച് വെച്ചില്ല എന്ന് പറഞ്ഞത് അറിവില്ലായ്മയാണ്. അച്ഛനെയും അമ്മയെയും മാതൃദേവോഭവ പിതൃദേവോഭവയിലേക്ക് ഉയർത്തേണ്ടത് അവരുടെ കുട്ടികളാണ്. ഇനി നമ്മൾക്ക് 9ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. പിതൃസേവന സൗഭാഗ്യം നേടാനായില്ല ഇതേവരെ. അച്ഛനെ അനുമോദിക്കാനോ അച്ഛനെ അഭിനന്ദിക്കാനോ അച്ഛനെ സേവ ചെയ്യാനോ ഞങ്ങൾക്ക് ഇതേവരെ പറ്റിയില്ല. കാരണം എന്താ? ഒന്നും വേണ്ട. അച്ഛൻ പുറത്തേക്ക് പോകുമ്പോൾ ചെരുപ്പ് പൊടി തുടച്ച് വൃത്തിയാക്കി കാലിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. അച്ഛൻ പുറത്തുനിന്ന് വരുമ്പോൾ കാല് കഴുകാൻ വെള്ളം കൊണ്ടുവയ്ക്കുക. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള സേവനകൾ ചെയ്യാണ്ട് അത് ചെയ്യണം. അല്ലാണ്ട് അച്ഛൻ്റെ പോക്കറ്റിലുള്ളത് അടിച്ചു മാറ്റൽ മാത്രം പോരാ. പ്രൊഫഷയിലെ പിതൃസേവന സൗഭാഗ്യം നേടാനില്ല ഇതേവരെ, വെറും ശത്രുഭയം മൂലം ഞങ്ങൾക്ക് അങ്ങനെയാം വിധി. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സേവ ചെയ്യാൻ സാധിക്കാത്തത്? ശത്രുഭയം. അതായിരിക്കും നമ്മുടെ വിധി എന്ന് അദ്ദേഹം സ്വയം സംതൃപ്തനാവുകയാണ്, സ്വയം സമാധാനിക്കുകയാണ്. അടുത്തത്, സന്തോഷം ഉളവാകേണം അമ്മയ്ക്കും അച്ഛനും ഞങ്ങളിൽ, അസ്വതന്ത്രതയാൽ ഏതും ശുശ്രൂഷിച്ചില്ലെങ്കിലും. അമ്മയെയും വേണ്ട പോലെ ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല. സന്തോഷം ഉളവാകേണം അമ്മയ്ക്കും അച്ഛനും ഞങ്ങളിൽ. ഞങ്ങളോട് നിങ്ങൾ രണ്ടുപേർക്കും ഉള്ള സ്നേഹം ഞങ്ങൾക്ക് ഇനി അനുഭവിക്കണം. അസ്വതന്ത്രയാൽ സ്വതന്ത്രരായിരുന്നില്ല ഞങ്ങൾ. അതുകൊണ്ട് ശുശ്രൂഷിച്ചില്ല എങ്കിലും, അങ്ങോട്ട് ശുശ്രൂഷിച്ചിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കണം. അതായത് ഗോപസ്ത്രീകളും ഭഗവാനും കൂടിയിട്ടുള്ള സംസാരത്തിൽ എന്താ പറഞ്ഞത്? ഇവിടെ അത് കഴിഞ്ഞുല്ലോ, പിന്നെ അധ്യായങ്ങൾ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ഭക്തി ഇല്ലെങ്കിലും അങ്ങോട്ട് ഭക്തി വേണമെന്നാ. അതാണ് ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി. ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ട് പാടില്ല എന്നല്ല, ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ട് ഭജിക്കണം. അതാണ് എല്ലാറ്റിലും ഉത്തമം, മധ്യമം, അധമം. ഇത് സത്യത്തിൽ എന്താ? ഭാഗവതം ഒരു ശസ്ത്രശാസ്ത്ര ഗ്രന്ഥമാണ്. എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, നല്ല നിലയിൽ പ്രതികരിക്കണം. പറഞ്ഞോ? പിന്നെ നല്ല നിലയിൽ ഷൈൻ ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെ? ആത്മാഭിമാനം, ദുരഭിമാനം വേണ്ട, ആത്മാഭിമാനം. കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ തത്വശാസ്ത്രമാണ് സനാതനധർമ്മത്തിലത്തെ ഭഗവത്ഗീത. അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവത്ഗീത മഹാഭാരതത്തിലാണ്. ആ മഹാഭാരതം പഠിക്കണം. പുരാണങ്ങളിലെ ഉത്തമ പുരാണമായിരിക്കുന്ന ഭാഗവതം പഠിക്കണം. അപ്പോൾ അസ്വതന്ത്രതയാൽ ഏതും ശുശ്രൂഷിച്ചില്ല എങ്കിലും, മുമ്പിൽ താൻ കംസനെ കൊല്ലാമെങ്കിലും
ലോകസമ്മതം നോക്കേണം ഏവനും. ലോകസമ്മതം, ലോകത്തുള്ളവരുടെ സന്തോഷം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെ മേലാരെങ്കിലും കുതിര കയറുകയാണെങ്കിൽ തടയാനുള്ള സംവിധാനം വേണം. കാരണം സനാതനധർമ്മം എല്ലാവരെയും ഇഷ്ടപ്പെടാനാണ് പറഞ്ഞത്. ഇഷ്ടപ്പെടാം, പക്ഷേ എല്ലാവരും സനാതനധർമ്മം അറിയണം. എന്താ സനാതനധർമ്മം? സൂര്യൻ കിഴക്ക് ഉദിക്കണു, പടിഞ്ഞാറ് അസ്തമിക്കണു, എല്ലാവർക്കും ഒരുപോലെ. പക്ഷേ സനാതനധർമ്മത്തിൽ കിട്ടുന്ന ഫ്രീഡം മറ്റ് മതങ്ങളിലൊന്നുമില്ല. അപ്പോൾ ഏവനും നാലാൾ വന്നു സന്ധിയുരയ്ക്കുകിൽ അമ്മാമനെ കൊൽക വയ്യെന്നായി വരും. പിന്നെ എത്രയോ വ്രജവാസികൾ മാഴ്കീടും നശിക്കും ദുഷ്ടരിത്രയും. താൻ ചെയ്ത കാര്യത്തിനെ എന്താ പറയുക, ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അമ്മാമനെ കൊൽക വയ്യെന്നായി വരും. എങ്ങനെ? മുമ്പിൽ താൻ കംസനെ കൊല്ലാമെങ്കിലും ലോകസമ്മതം. ഇപ്പം എനിക്ക് മറ്റുള്ള അസുരന്മാരേനെ ഞാൻ കൊന്ന കൂടുതൽ എനിക്ക് വന്ന് അമ്മാമനെ കൊല്ലാം, പക്ഷേ ലോകസമ്മതം നോക്കണം ഏവനും. ഇപ്പോൾ കംസന ക്ഷണിക്കപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്നത്, ധനുര്യാഗം എന്ന വ്യാജേന. അത് അദ്ദേഹത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ഞങ്ങൾക്കൊരു ലൈസൻസായി. ഇപ്പോൾ ആൾക്കാർ ഞങ്ങളുടെ നെഞ്ഞത്ത് കയറില്ല. കാരണം എന്താ? സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇതിനാണ് സമയത്തിനെ കാത്തിരിക്കണം എന്ന് പറയാൻ കാരണം. മുമ്പിൽ താൻ കംസനെ കൊല്ലാമെങ്കിലും ലോകസമ്മതം നോക്കേണം ഏവനും. നാലാൾ വന്നു സന്ധിയുരയ്ക്കുകിൽ അമ്മാമനെ കൊൽക വയ്യെന്നായി വരും. പിന്നെ എത്രയോ വ്രജവാസികൾ മാഴിയിടും. കംസനെ ജീവിക്കാൻ അനുവദിച്ചാൽ എന്താ സംഭവിക്കുക? വ്രജവാസികൾ ദുഃഖിക്കും, നശിക്കും ആ ദുഷ്ടരിത്രയും. ഇതെല്ലാം ഓർത്തു താൻ ചെയ്തതെന്നാലും ഞങ്ങൾ കുട്ടികൾ ഇത്രയും ദുഃഖമേൽപ്പിച്ച കുറ്റം നിങ്ങൾ പൊറുക്കണം. അവസാനം പറയണം, ഇതെല്ലാം ഓർത്തു താൻ ചെയ്തത് എന്നാലും ഞാനിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ വളരെ ആലോചിച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഒരു ലോക കോടതി, വേൾഡ് കോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാന്നാരും പറയില്ല. കാരണം എന്താ? അത്രയ്ക്കും എന്നെയും എൻ്റെ വളർത്തച്ഛനെയും വളർത്തമ്മയെയും അതേപോലെ എനിക്ക് ജന്മം തന്നവരെയും ഉപദ്രവിച്ച ആളാണ് കംസൻ. ഇതാണ് നമ്മൾ 6, 8, 10 വയസ്സിൽ പഠിക്കേണ്ടത്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ശൗര്യം മനസ്സിലാക്കിയിട്ട് ഒരു കുടുംബത്തിലും അമ്മാവന്മാർ വില വയ്ക്കാതെയിരിക്കില്ല. അമ്മയ്ക്ക് പ്രതികരിക്കാൻ കഴിവുള്ള മക്കളുണ്ട് എന്നൊരു ബോധ്യം വന്നാൽ ലോകം നന്നായി. അമ്മമാരുടെ ഒരു സ്വത്ത് അടിച്ചു മാറ്റില്ല, കള്ള് കുടിച്ച് തോന്നിവാസം കാണിക്കില്ല. പറഞ്ഞു മനസ്സിലായോ? എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓർത്തു താൻ ചെയ്തതെന്നാലും ഞങ്ങൾ കുട്ടികൾ ഇത്രയും ദുഃഖമേൽപ്പിച്ച കുറ്റം. നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു ഞങ്ങൾ കാരണം. അതിന് നിങ്ങൾ മാപ്പാക്കണം തന്നെയാണ് പറഞ്ഞത്. കുറ്റം നിങ്ങൾ പൊറുക്കണം. മായാമനുജബാലൻ്റെ മധുരോക്തികൾ ഈ വിധം കേട്ട് അലിഞ്ഞ അമ്മയച്ഛന്മാർ വേഗം വാരി കിടാങ്ങളെ. ഇപ്പോൾ മായ പ്രയോഗിച്ചു ഭഗവാൻ, അത് ഏറ്റു. ഇതുവരെ ഈശ്വരനാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന അമ്മയെയും അച്ഛനെയും ഭഗവാന്റെ മോഹത്തിൽ അടിമകളാക്കി, മനുഷ്യന്മാരാക്കി മാറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത് മായാമനുജബാലൻ്റെ മധുരോക്തികൾ ഈ വിധം കേട്ട് അലിഞ്ഞ് അമ്മയച്ഛന്മാർ വേഗം വാരി കിടാങ്ങളെ. വാരി എന്ന് പറഞ്ഞ അർത്ഥം 2 കൈ കൊണ്ടും ആലിംഗനം ചെയ്തു മൂർധാവിൽ തുരുതരാന്ന് ഉമ്മ വയ്ക്കാൻ തുടങ്ങി. മടിയിൽ കേറ്റിലാളിച്ചാരെത്രയും പ്രേമപൂർവകം. മടിയിൽ കേറ്റിലാളിച്ചാരെത്രയും പ്രേമപൂർവകം കണ്ണീരൊഴുക്കി 2 ആളും പരമാനന്ദമഗ്നരായി. ആനന്ദക്കണ്ണീര് വർഷിച്ച് 2 ആളും കുട്ടികളെ കുളിപ്പിച്ചു. ആനന്ദക്കണ്ണീരിൽ മഗ്നരായി
പൈതങ്ങളെ എടുത്തേറെ മിന്നി ഗൽഗതകണ്ഠരായി. വർത്തമാനം പറയാൻ സാധിക്കണില്ല. ഗദ്ഗതകണ്ഠരായി മിണ്ടാൻ വയ്യാതെ 4-5 നിമിഷം ഭാഗ്യശാലികൾ. 4-5 നിമിഷമൊക്കെ മിണ്ടാൻ വയ്യാതെ കണ്ടാവുക. മെല്ലെ ചൊല്ലിയിടിനാൾ പിന്നീട് ആ മട്ടാനകതുന്തുഭി. വസുദേവര് മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. മെല്ലെ ചൊല്ലിയിടിനാൻ പിന്നീട് ഈ മട്ട് ആനകതുന്തുഭി. വസുദേവരനെ പ്രസവിച്ച സമയത്ത് ദേവവാദ്യങ്ങളായ ആനകതുന്തുഭി, ദേവലോകത്തെ ദുന്ദുഭി എന്ന വാദ്യം സ്വയം വാദിക്കപ്പെട്ടു. 12 മുമ്പ് അന്ന് ആ മഴ അർദ്ധരാത്രിയിൽ. ഒരു 12 വർഷമായി ഇപ്പോൾ. 12ാമത്തെ വയസ്സിലായി സംഭവം നടക്കുന്നത്. മെല്ലെ ചൊല്ലിയിടിനാൻ പിന്നീട് ആനകതുന്തുബി. 12 മുമ്പ് അന്ന് മഴയത്ത് അർദ്ധരാത്രിയിൽ കവിഞ്ഞ് ഇരമ്പി ഒഴുകും കാളിന്തി വഴി നൽകവേ. കാളിന്തി വഴി നൽകവേ. അതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം. എനിക്ക് എവിടെ പോകണം? പുഴയാണോ തോടാണോ? അപ്പോൾ വെള്ളം മാറി നിൽക്കുക. വാഹനങ്ങൾ സമയാസമയത്ത് കിട്ടുക. കാണേണ്ടവർ എന്നെ തിരഞ്ഞു വരിക. ഇതൊക്കെയാണ് ഈശ്വരാനുഗ്രഹം. അപ്പോൾ കവിഞ്ഞ് ഇരമ്പി ഒഴുകും കാളിന്തി വഴി നൽകവേ. അമ്പാടിയിൽ ചെന്നങ്ങ് എങ്ങും വിളക്കുകൾ വിളങ്ങവേ. അപ്പോൾ അമ്പാടിയിൽ ഞാൻ എത്തിയപ്പോൾ അതുവരെ കത്താതിരിക്കുന്ന വിളക്കുകളൊക്കെ കത്തി എനിക്ക് വസുദേവരുടെ നന്ദഗോപരുടെ സ്ഥലം കാണിച്ചു തന്നു. വാതിലുകളൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട് ഞാൻ ഈ കുട്ടീനെയും കൊണ്ട് ചെല്ലുമ്പോൾ. അപ്പോൾ യശോദമ്മ മോഹാലസ്യപ്പെട്ട് കിടക്കണു. അടുത്തുണ്ടൊരു കുഞ്ഞുവാവ കരയണു. ആ കുട്ടീനെ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കുട്ടീനെ അവിടെ വെച്ചു. ഇതാണ് കഥ. മുറ്റത്ത് ഗോകുലാധീശൻ ഉറക്കം തൂക്കി നിൽക്കവേ. യശോദയ്ക്കരികിൽ കൊണ്ടേ കിടത്തിയിടിന കുഞ്ഞ് ഇവൻ. കൃഷ്ണനെ പറ്റി പറയാണ്. എന്നെ കണ്ടളവ് ഈ രാമൻ ഉടൻ പുഞ്ചിരി തൂകിനാൻ. ദൈവം കനിഞ്ഞാൽ ഒരുമിച്ചിരുപേരെയും വന്നിനി. ആലോചിച്ചു നോക്കൂ. എന്നെ കണ്ടളവ് ഈ രാമൻ ഉടൻ പുഞ്ചിരി തൂകിനാൻ. ചിരിച്ചു എന്നാ പറഞ്ഞതേ അമ്പാടിയിലെ. ദൈവം കനിഞ്ഞാൽ ഒരുമിച്ചൊരു പേരെയും അന്ന് ഇനി കാണാമെന്നോർത്ത് ഞാൻ കംസഭയത്താൽ അന്നു പോന്നതാം. അതേപോലെ ഇന്നിതാ ദൈവം സാധിപ്പിച്ചു കൃപാനിധി. ആരാണപ്പോൾ ഈ 2 കുട്ടികളെ വസുദേവ ദേവകി ദേവിമാരുടെ അടുത്ത് എത്തിച്ചത്? ഭഗവാൻ. അതാണ് പറഞ്ഞത്. അതേപോൽ ഇന്നിതാ ദൈവം സാധിപ്പിച്ചു കൃപാനിധി. അച്ഛൻ ചൊൽവത് കേട്ട് ഉള്ളിൽ എത്രയും പ്രീതനാം പ്രഭു. വളരെയധികം സന്തോഷത്തോടുകൂടി അച്ഛൻ്റെ അമൃത സമാനമായ മധുരിമ ഊറുന്ന വാക്കുകൾ ശ്രവിച്ചു. പ്രീതനാം പ്രഭു യാദവന്മാർക്കു രാജാവായി വാഴിച്ച ഉഗ്രസേനനെ. യാദവന്മാർക്ക് രാജാവായി വാഴിച്ചു ഉഗ്രസേനനെ. യയാതി ശാപം ബാധിക്കാം. യയാതി അതായത് ഈ യദുക്കൾ രാജാവാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ടാണ് യയാതി ശാപം ബാധിക്കാൻ സംശയിക്കേണ്ടതില്ല. ഇതിൽ നിങ്ങളാരും സംശയം വേണ്ട. രത്നസിംഹാസനത്തിങ്കൽ എഴുന്നള്ളിയിരിക്കണം. ഞാനാണ് പറഞ്ഞത്. അപ്പോൾ കംസൻ ഉഗ്രസേന മഹാരാജാവിനെ വളർത്തച്ഛനാണ്. ജയിലിൽ അടച്ചിട്ടുണ്ട്. തമ്മ് തെറ്റിയ കൊല്ലാൻ വസുദേവരെയും ദേവകിയെയും ഉഗ്രസേന മഹാരാജാവിനെയും കൊല്ലാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ യാദവന്മാർക്ക് രാജാവായി വാഴിച്ച അനുഗ്രസേനനെ യയാതിശാപം ബാധിക്കാൻ സംശയിക്കേണ്ടതില്ല. ഇതിൽ രത്നസിംഹാസനത്തിങ്കൽ എഴുന്നള്ളിയിരിക്കണം. ഞാൻ ഈ വിധം പിന്നിലുണ്ടെന്നറിഞ്ഞിടുകിൽ. ഞാൻ നിങ്ങളുടെ പിന്നിലുണ്ട്. ആരാ നിങ്ങളെ രാജാവാക്കിയത്? കൃഷ്ണനാന്ന് പറഞ്ഞാൽ മതി.
എന്നാൽ ഇന്ദ്രനും ബ്രഹ്മാവും ശിവനും നിങ്ങളെ നമസ്കരിക്കുന്ന. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാനും നിങ്ങളും ഒരു അസുലഭ സന്ദർഭത്തിൽ ഭാഗവതം കയ്യിലെടുത്ത് ഭക്തി പുരസ്സരം ഒരു സരസ്വതി പീഠത്തിലൊക്കെ വെച്ച് ബഹുമാന പുരസ്കാരം തൊട്ട് തലയിൽ വെച്ച് നമസ്കരിച്ച് അതൊന്ന് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ലിപികളെല്ലാം സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യവും. അപ്പോൾ അവരവരുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ ഉഗ്രസേന മഹാരാജാവിനെ എങ്ങനെ രാജാവാക്കി, അതേപോലെ ഭഗവാൻ തൻ്റെ ഭക്തന്മാരിൽ ഒരുവനായിട്ട് നമ്മളെ കരുതി കഴിഞ്ഞാൽ നമ്മുടെ വൈഭവങ്ങളെ അദ്ദേഹം നോക്കുകയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സംശുദ്ധമായ മനസ്സിൻ്റെ ഉടമയാവണം. ഇതിനെ വിറ്റ് തിന്നാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കരുത്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനപരവും ശാന്തിപരവുമായിട്ടുള്ള ജീവിതത്തിന് എന്നെ ഉത്തുംഗ ശൃംഗത്തിലെത്തിക്കാൻ കഴിവുള്ളൊരു റോക്കറ്റാണ് ഈ ഭാഗവതം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ നമ്മൾ ജയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വിധം പിന്നിലുണ്ടെന്നറിഞ്ഞിടുകിൽ ഇന്ദ്രനും കീഴടങ്ങും മനുഷ്യൻ്റെ കഥയോതേണ്ട പിന്നെ നാം. ഇന്ദ്രൻ നിങ്ങളെ നമസ്കരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ ഇല്ല. മഹാരാജാവ് കൽപ്പിച്ചാൽ മതി, ഞങ്ങളതൊക്കെയും വേണ്ടും വിധം നടത്തിച്ചു കൊള്ളാം എന്ന് അഖിലേശ്വരൻ. അങ്ങ് സിംഹാസനത്തിലിരുന്ന് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. അവിടെ കൃഷ്ണനും കൃഷ്ണൻ്റെ ഏട്ടനായിരിക്കുന്ന ബലഭദ്രനും എന്തിനും ഏതിനും തയ്യാറായിട്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ ആ സന്ദർഭം. അപ്പോൾ അരുളിച്ചെയ്തുടൻ കംസഭയത്താൽ പലദിക്കിലും മലയും യദുവിഷ്ണ്യാദി ബന്ധുക്കളെ അശേഷവും. പെട്ടെന്ന് രാജകിങ്കരന്മാരോട് പറഞ്ഞു ഭഗവാൻ, ഇത് ഉഗ്രസേന മഹാരാജാവിൻ്റെ ആജ്ഞയാക്കി എല്ലാ സ്ഥലത്തും പറയണം. എന്താ പറയേണ്ടത്? അരുളിച്ചെയ്തുടൻ കംസഭയത്താൽ പലദിക്കിലും മലയും യദുവൃഷ്ണ്യാദി ബന്ധുക്കളെ അശേഷവും വരുത്തി വേണ്ട സമ്പത്തും ഏകി. ഇവിടുന്ന് കംസനെ ഭയന്ന് പല യദുവംശകുലജാതന്മാർ പല സ്ഥലത്തിലേക്കും ചേക്കേറിയിട്ടുണ്ട്, പല രാജ്യങ്ങളിലേക്കും തടി കിട്ടാൻ വേണ്ടിയിട്ട്. അവരെ അലയും യദുവൃഷ്ണ്യാദി യദുക്കളെ വൃഷ്ണികളെ ബന്ധുക്കളെ അശേഷവും വരുത്തി വേണ്ട സമ്പത്തും രാജഭണ്ഡാരത്തിൽ നിന്ന് അവരുടെ ജീവിതം പുതുതായി തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൂട്ടണം. അതിനനുസരിച്ച് കംസനെ ഭയന്നിട്ടാണെങ്കിൽ ഉഗ്രസേന മഹാരാജാവിനെ സ്നേഹിച്ചും കൊണ്ട് എല്ലാവരും സമയാസമയത്ത് കപ്പം കൊടുക്കണം. എന്നാലേ രാജഭണ്ഡാരം വികസിക്കൂ. അപ്പോൾ വലയും യദുവൃഷ്ണ്യാദി ബന്ധുക്കളെ അശേഷവും വരുത്തി വേണ്ട സമ്പത്തുമേക്ക് വിശ്വം ചമയ്ക്കുവാൻ. അദ്ദേഹത്തിന് വിശ്വത്തിനെ ചമയ്ക്കുന്ന ഭഗവാന് ഈ മധുരയിലുള്ള ആൾക്കാർ ഒളിച്ചോടിപ്പോയിട്ടുള്ളവരെ വരുത്തി അവരുടെ എന്താ പറയുക നിത്യനിദാനങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസം ഉണ്ടാവില്ല. നന്ദഗോകുലം ആനന്ദ സമുദ്രത്തിൽ മുഖിയോൻ. ഈ ഒരു വിളംബരം ആയതോടുകൂടി നന്ദഗോകുലം ആനന്ദ സമുദ്രത്തിങ്കൽ മുഖിയോൻ ബാല അച്യുതന്മാർ തൻ കീഴിൽ എത്രയും ചരിതാർത്ഥരായി. അവിടെ കൂടിയിട്ടുള്ള ഈ കംസൻ്റെ രാജ്യത്തിൽ രാജാവിൻ്റെ ഭരണചക്രം തിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെയധികം ഉത്കൃഷ്ട ചിന്തയോടുകൂടി ഭഗവാനെ നമസ്കരിച്ച് ഉഗ്രസേന മഹാരാജാവിൻ്റെ ആജ്ഞ പരിപാലിക്കാൻ തയ്യാറായി പഞ്ചപുച്ഛം അടക്കി ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും എന്തു പറയണു അത് കേൾക്കാൻ തയ്യാറായിട്ട് ഇരിക്കാൻ തുടങ്ങി. ബാല അച്യുതന്മാർ തൻ കീഴിൽ എത്രയും ചരിതാർത്ഥരായി മോദിച്ചു വാണാരേവരും നിർഭയം സ്വഗൃഹങ്ങളിൽ.
നിർഭയം സ്വഗൃഹങ്ങൾ, സ്വന്തം വീടുകളിൽ മറ്റുള്ളവൻ്റെ അനാസ്ഥ കൊണ്ട് അവൻ്റെ 10 അടി മണ്ണ് ആഗ്രഹിക്കാതെ കണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മറ്റുള്ളവൻ്റെ ദയാദാക്ഷിണ്യത്തിന് മുതിരാതെ സ്വന്തം ധാർമ്മികമായ രീതിയിൽ ജീവിത സന്ധാരണം നടത്തി അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ വസിക്കുന്ന വാസുദേവ ചൈതന്യത്തിൻ്റെ ഗരിമ മനസ്സിലാക്കിക്കൊണ്ട് താൻ എന്തിനും ഏതിനും പോന്നവനാണെന്നുള്ള സത്യവസ്തുവെ അറിഞ്ഞ് കുടുംബജീവിതം നടത്താൻ തുടങ്ങിയാൽ കുടുംബം ഐശ്വര്യം, സമൂഹം ഐശ്വര്യം. അതുകൊണ്ടാണ് ബാലാച്യുതന്മാർ തൻ കീഴിലെത്രയും ചരിതാർത്ഥരായി മോദിച്ചു വാണാരേവരും നിർഭയം സ്വഗൃഹങ്ങളിൽ വീണ്ടും വീണ്ടും മുകുന്ദൻ്റെ വദനാംബുജ സൗഭകം. എല്ലാവർക്കും ഒന്ന് മാറി നിൽക്കൂ. ഞാൻ ഈ കുട്ടികളുടെ മുഖാരവിന്ദങ്ങളെ ഒന്ന് കണ്ട് സംതൃപ്തി അടയട്ടെ എന്നായി. പ്ലീസ്, കണ്ടവരൊന്ന് മാറി നിൽക്കൂ. എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് ആലിംഗനം ചെയ്യണം, എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് നമസ്കരിക്കണം. ആലോചിക്കണം. അത് ഓരോരുത്തരുടെയും വ്യക്തിപ്രഭാവമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും മുകുന്ദൻ്റെ വദനാംബുജ സൗഭകം നുകർന്നു വൃദ്ധരും നന്നേ ചെറുപ്പം പൂണ്ടു വാഴ്കവേ. വൃദ്ധന്മാർക്കൊക്കെ വയസ്സ് കമ്മിയായിട്ട് തോന്നി, ചുറുചുറുക്കായി. നമ്മളെ നേരായ വഴിയിൽ നടത്താൻ സൗകുമാര്യമുള്ള 2 ഈശ്വരന്മാർ ഇതാ നമ്മുടെ മുമ്പിൽ. അവരെ നമസ്കരിക്കാം, റെസ്പെക്റ്റീവ് ഓഫ് ദി ഏജ്. അവിടെയാണ് നുകർന്നു വൃദ്ധരും നന്നെ ചെറുപ്പം പൂണ്ടു വാഴ്കവേ കിടാങ്ങൾ വന്ന് മുത്തച്ഛനെന്നും മറ്റും വിളിക്കുകയും. വൃദ്ധന്മാരേനൊക്കെ ഇവരെ ലോകപാലകന്മാരായിരിക്കുന്ന ബലരാമ പ്രഭൃതികളും ശ്രീകൃഷ്ണ പ്രഭൃതികളും, മുത്തശ്ശ, മുത്തശ്ശി, സുഖല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞോളൂ എന്നിങ്ങനെ സൗകുമാര്യത്തോടുകൂടി ഓരോരുത്തരുടെയും പ്രായത്തിനും പദവിക്കും അനുസരിച്ച് ഉള്ള ഓമന പേരുകളൊക്കെ വിളിച്ച് അവരുടെ മനസ്സിനെ ആനന്ദതുന്തിലമായിട്ട് തീർക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ്. നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. വെറുപ്പ് ചെയ്തിട്ടുള്ളവരെ കണ്ടാൽ അവരെ നിന്ദിക്കണ്ട. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ചളി കണ്ടാൽ മാറി നടക്കാം, അത് വേറെ കാര്യം. പക്ഷേ അർഹിക്കുന്ന വൃദ്ധജനങ്ങളെ അർഹത സ്നേഹം ഉള്ളവരേനെ നമ്മൾ ബഹുമാനിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ കിടാങ്ങൾ വന്ന് മുത്തച്ഛനെന്നും മറ്റും വിളിക്കയും മുൾപ്പൂവിലൊരു സങ്കോചം അതൊന്നേ ചെറ്റു ദുർഘടം. ചെറിയൊരു വിഷമം. അതായത് ആകാശത്തിൻ്റെ ഉയരം, ആകാശത്തിന് ലിമിറ്റ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകന്മാരായിരിക്കുന്ന ബലരാമനെയും ശ്രീകൃഷ്ണനെയും അവർ ഈശ്വരൻ തന്നെയാണ്. എന്നിട്ട് അവർ നമ്മളെ മുത്തശ്ശി എന്ന് വിളിക്കുമ്പോൾ ഒരു സങ്കോചം. അതില്ലായ്മയാക്കാൻ അവരെ അടുത്ത് ചെല്ലണോ, കാല് തൊട്ട് തലയിൽ വയ്ക്കണോ, നമസ്കരിക്കണോ, വടി കൊട ഒക്കെ കയ്യിലെടുത്ത് കൊടുക്കണോ? എന്തിനും ഏതിനും ആയാസം വരാണ്. ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് സമൂഹത്തിലെ വൃദ്ധജനങ്ങൾ സന്തോഷിച്ചാൽ അത് വലിയ കാര്യം. ഇപ്പം ഞാൻ 30 മിനിറ്റ് 35 മിനിറ്റ് ഇത് പറയണു, 1.5 മിനിറ്റ് ആണ് ശരാശരി ആൾക്കാർ കേൾക്കണത്. അത് വിചാരിച്ചിട്ട് എൻ്റെ ടെമ്പോ ഞാൻ കമ്മിയാക്കാൻ പോകുന്നില്ല. കാരണം എന്താ, എൻ്റെ പ്രതിബദ്ധത എൻ്റെ മനസ്സിലുള്ള ചൈതന്യത്തിനോടാണ്. അദ്ദേഹത്തിൻ്റെ നിയോഗപ്രകാരം ഞാനിത് ചെയ്യണം.
ഇത് എത്ര ആൾ കാണണം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു പുതിയ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് 1-2 ആൾക്കാർ ചോദിച്ചു എൻ്റെ അടുത്ത്, സ്ത്രീകൾ, അഷ്ടോത്തരങ്ങൾ പലതും ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ, അതിൽ കഠിനമായ പദങ്ങളുടെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞാൽ തിരക്കടില്ല. അങ്ങനെ ഞാൻ സർവവിഘ്നഹരനായിരിക്കുന്ന ഗണപതിയുടെ അഷ്ടോത്തരം ഒന്ന് ചൊല്ലി. എനിക്ക് സന്തോഷമായി, അവർക്കും എന്നോട് പറഞ്ഞവർക്കും. പക്ഷേ ഒരു 10-80 ആൾക്കാർ നോണ്ടിയിട്ടുണ്ട്. എത്ര? ശരാശരി 1 മിനിറ്റും 19 സെക്കൻഡും. ആലോചിച്ച് നോക്കൂ. ഫ്രീ സർവീസ്. സർവവിഘ്നഹരനെ പൂജിക്കാൻ എളുപ്പമാർഗമുള്ള, അതിപ്പോൾ ഇന്ന് 2ാമത്തത്. കാരണം ഈ ഗണേശൻ, ഗണപതിക്ക് പല പേരുമുണ്ട്, സർവവിഘ്നഹരൻ, മഹാഗണപതി. അപ്പോൾ ഒന്നിലധികം പേരിൽ അഷ്ടോത്തരങ്ങളുണ്ട്. നോക്കാം നമുക്ക്. അതേമാതിരി എൻ്റെ കയ്യിൽ മിനിമം ഒരു 15 സഹസ്രനാമങ്ങളുണ്ട്. മഹാഭാരതത്തിൽ തന്നെ വിഷ്ണുവിന് 3-4 ഉണ്ട്. അതേമാതിരി ശിവപുരാണത്തിൽ ശിവൻ്റെ 3-4 ഉണ്ട്. പിന്നെ സുബ്രഹ്മണ്യൻ, ശ്രീരാമൻ, ഗണപതി, ഗായത്രി, ഇങ്ങനെ പലതും ഉണ്ട് അതിൽ. വിഷ്ണു, ലളിത പറഞ്ഞില്ലേ, അതൊക്കെ നാമാവലി പറയണമെന്നുണ്ട്. കാരണം നാമാവലി സംശുദ്ധ മനസ്സോടുകൂടി കേട്ടാൽ വളരെ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ കിടാങ്ങൾ വന്ന് മുത്തശ്ശനെന്ന് മറ്റും വിളിക്കുകയും, ഇപ്പം ഞാനിതിനെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഈ ഒരു ഭാഗം ഇതിലിപ്പോൾ 26ാമത്തെ മിനിറ്റ് വരെ നോക്കണവരാരും ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറയും. കാരണം എന്താ, എനിക്ക് ആശ്രയദോഷം വരരുത്. ഭഗവാൻ എന്നോട് ചോദിക്കരുത്, നീ പറയാൻ കഴിവുണ്ടെങ്കിൽ പറയൂ, പക്ഷേ ആൾക്കാരെ ഒന്ന് അലർട്ട് ചെയ്യൂ. ഭഗവാന്റെ ആദേശം. 2-3 ആൾ പറഞ്ഞാൽ അല്ലേ നമ്മൾ കേൾക്കണ്ട. 4 ആൾ പറഞ്ഞാൽ വഴി മാറി സഞ്ചരിക്കണം എന്നാണ്. 4 ആൾ പറയുകയാണ് താൻ പോകുന്ന ലക്ഷ്യം ഈ വഴിക്കല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വഴി മാറ്റിപ്പിടിക്കണം. അതാണ് ആശ്രയദോഷം പാടില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഉൾപ്പൂവിൽ ഒരു സങ്കോചം അതൊന്നേ ചുറ്റു ദുർഘടം. ഇനി അതിലെ അവസാനത്തെ ശ്ലോകം 31. എന്നോളവും പോറ്റി വളർത്തൊരച്ഛനടുക്കലെ എമ്മട്ടിത് ചൊല്ലും ഈ ഞാൻ. വസുദേവപുത്രനായിരിക്കും ശ്രീകൃഷ്ണനൊരു ചമ്മലത്ര. എന്താണ്? ഇന്നോളവും പോറ്റി വളർത്തൊരച്ഛനടുക്കലെമ്മട്ടിത് ചൊല്ലുമീ ഞാൻ. നന്ദഗോപരോടും യശോദയോടും ഞാൻ എങ്ങനെ യാത്ര പറയും? എനിക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ഗോകുലത്തിലേക്ക് ഇല്ല. ഞാൻ മധുരയിൽ ദേവകീ ദേവിയുടെ എനിക്ക് ജന്മം തന്ന അച്ഛൻ്റെ അമ്മയുടെ അടുത്തും താമസിക്കാൻ പോവുകയാണ്. ഈ പരമസത്യം അവരെങ്ങനെ ഉൾക്കൊള്ളും? ഇന്നോളവും പോറ്റി വളർത്തൊരച്ഛനടുക്കലം മട്ടിത് ചൊല്ലുമീ ഞാൻ എന്നോർത്തുകൊണ്ട് അഗ്രജനോത്തൊരേടം. ബലരാമനെ കൂട്ടുപിടിച്ചു, തോളത്ത് കൈ വെച്ചു. വരൂ ഏട്ടാ, നമുക്കൊരു പ്രതിസന്ധി തരണം ചെയ്യാനുണ്ട് എന്നോർത്തുകൊണ്ട് അഗ്രജനോത്തൊരേടം പരുങ്ങി നിന്നാൻ പയസീരുഹാക്ഷൻ. പരിങ്ങി നിൽക്കുക. ഇനിയിപ്പോൾ അടുത്തത് ആരേനെ സമാധാനിപ്പിക്കേണ്ടത്? നന്ദഗോപരെയും യശോദമ്മേനെയും അവിടുന്ന് വന്നിട്ടുള്ള മറ്റ് സതീർത്ഥ്യന്മാരെയും എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും? പയസീരുഹരാക്ഷൻ, താമരക്കണ്ണെന്നാണ് അർത്ഥം. പയസീരുഹാക്ഷൻ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ 12-ശതതമസർഗഃ
സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത എപ്പിസോഡ് നാളെ പറയാം. ഏവർക്കും എല്ലാവിധ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഭഗവത് നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.